വെൽക്കം ടു മൈ സൺഡേ വ്ളോഗ്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. എനിക്ക് സൺഡേ വ്ളോഗ് ചെയ്യാൻ സമയം കിട്ടിയില്ല, കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഹായ് ഹായ്. ഓക്കെ, അപ്പം നമ്മളൊന്ന് ചായ കുടിക്കാൻ പോകാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ഹായ് മെലിട്ട. മാസായിരിക്കണേ. അയ്യേ വേണ്ട. അപ്പൊ ഇവിടെ കുറെ ആൾക്കാരുണ്ട്. കഫേ 27 എന്ന് പറഞ്ഞാൽ നോർമലി ബാംഗ്ലൂരിൽ മലയാളീസ് സ്നാക്കിങ്ങിന് വരുന്ന സ്ഥലമാണ്. മോസ്റ്റ് ഓഫ് മറ്റേ പഴംപൊരി, സവാള വട, പരിപ്പ് വടയൊക്കെ കിട്ടും. ലെറ്റ്സ് ഗോ ആൻഡ് സീ. കിട്ടിയടാ തെളിവ് സഹിതം. അങ്ങനെ പറയണം. എങ്ങനെയുണ്ടായിരുന്നു ഈ സൺഡേ? നല്ല രസമാണ്. വണ്ടിക്കകത്തോട് അപ്പം നിൽക്കുന്ന പെൺകുച്ചിനെ നോക്ക്. അയ്യോ നോക്കില്ല, കൊച്ചിനെ കൊല്ലുട്ടോ. ഈ JCB കണ്ടിട്ട് മാത്രം മേടിച്ചത്. ആ ചക്കന് JCB ഇഷ്ടം. അങ്ങനെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയതുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻ ചാറ്റ്സ് കഴിക്കാനായിട്ട്. അതിലിപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദഹി പൂരി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയ്യോ, ഇത് ദഹിപ്പൂരി അല്ല, ഇത് പാനിപ്പൂരി കേട്ടോ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്തത്. അതിന് ശേഷം രണ്ടാമതൊരു ബേൽപൂരി വന്നു. ഇതും നല്ലതായിരുന്നു, ബട്ട് കമ്പാരിറ്റീവ്ലി ദഹിപ്പൂരി ആയിരുന്നു എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടമായത്. ഇങ്ങനെ നമ്മൾ നല്ല ഭംഗി ബെസ്റ്റ് വെച്ചോ. അപ്പൊ ബേൽപൂരി കഴിക്കുന്നതിൻ്റെ ഇടയിൽ മെൽവിനുണ്ട് മേത്തൊക്കെ ബേൽപൂരി ഇട്ടിരിക്കുന്നു. അത്രയും ടേസ്റ്റി ആയതുകൊണ്ട് ഞങ്ങൾ വളരെ ആർത്തിയോടുകൂടിയായിരുന്നു എന്നെ അറ്റാക്ക് ചെയ്തത്. അതായതാണ് ഇപ്പം ഞാൻ പറഞ്ഞത് ദഹിപ്പൂരി. ദഹിപ്പൂരി എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും രണ്ടെണ്ണം വീതം വെച്ചൊക്കെ കഴിക്കായിരുന്നു. ഇത് വരുന്നത് HSRൽ തന്നെയുള്ളൊരു ചാട്ട് ഷോപ്പാണ്. അപ്പം മെൽവിനാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. അങ്ങനെ ഈ ചാട്ടൊക്കെ കഴിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിയാണ് ചെയ്തത്. അത് പ്രത്യേകിച്ചൊന്നും വലുതായിട്ടൊന്നും ചെയ്തൊന്നുമില്ല. ചാട്ടൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ഡിന്നർ ഏകദേശം ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ വൈൻഡപ്പ് ചെയ്യാനൊന്നും മറന്നുപോയി. അപ്പോൾ ഇതാ ബൈ ബൈ.